الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തഖ്വ മുറുകെ പിടിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായി ഉത്ബോധിപ്പിക്കുകയാണ്. ഒരു വിശ്വാസിയുടെ ആരാധനാ കർമ്മങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ശ്രേഷ്ഠമായ ഒരാരാധനയാണ് നമസ്കാരം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഏറ്റവും സുപ്രധാനമായ ആ ആരാധന അല്ലെങ്കിൽ ആ താഅത്ത്, ആ ഇബാദത്ത്, അത് ഏറ്റവും നല്ല രീതിയിൽ നിർവഹിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതം തന്നെ സംസ്കരിക്കപ്പെടുന്നത്, നമ്മുടെ ജീവിതം തന്നെ വിശുദ്ധമായി തീരുന്നത്, നമ്മുടെ ഹൃദയം തന്നെ അതിൻ്റെ കുഴപ്പങ്ങളിൽ നിന്നും നാശങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആരാധനകൾ അവൻ്റെ അടുക്കലേക്ക് അടുക്കാനും നമുക്ക് മഹത്തായ പ്രതിഫലം നൽകാനും നിശ്ചയിച്ചിട്ടുണ്ട്. നോമ്പ്, സക്കാത്ത്, അതുപോലെ ജിഹാദ്, ഇതൊക്കെ തന്നെ ആരാധനകളിൽപ്പെട്ടതാണ്. പക്ഷേ ഈ സലാത്ത്, ഈ നമസ്കാരം, അത് സാധാരണ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിന് വഹി നൽകി ആ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന നബിയെ സാധാരണ നിലക്ക് പഠിപ്പിക്കുന്ന വഹീൻ്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചതല്ല. നേരെ മറിച്ച് ഈ ആരാധന നൽകാൻ വേണ്ടി അള്ളാഹു പ്രവാചകനെ വിളിച്ചു വരുത്തിയതാണ്. ആകാശത്തിൻ്റെ മുകളിൽ, 7 ആകാശത്തിൻ്റെ മുകളിൽ സുമ്മ ദനാ ഫതദല്ല ഫകാന ഖാബ ഖൗസൈനി ഔ അദ്ന, അങ്ങനെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് അടുത്ത് ഒരു ഞാണിൻ്റെ അത്ര ദൂരമെത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് പ്രവാചകൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ് ഈ നമസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ മറ്റ് ആരാധനകളെ പോലെ അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രത്യേകമായ ഒരു ക്ഷണത്തിലൂടെ തൻ്റെ അരികിലേക്ക് വിളിച്ചു വരുത്തി തൻ്റെ ഉമ്മത്തിന് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു വലിയ ആരാധനയാണ് നമസ്കാരം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ
60-ലധികം സ്ഥലങ്ങളിൽ നമസ്കാരം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ തന്നെ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അദൃശ്യമായ ശക്തിയിൽ വിശ്വസിക്കുകയും നമസ്കാരം നിലനിർത്തുകയും നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്ന ആളുകൾ. അപ്പോൾ ആ ഇഖാമത്തു സ്വലാത്ത്, നമസ്കാരം മുറപ്രകാരം അതിൻ്റെ സമയങ്ങളിൽ അനുഷ്ഠിക്കുന്നവർ. വിശുദ്ധ ഖുർആനിൽ വീണ്ടും സൂറത്തുൽ ഫാത്തിറിൽ അള്ളാഹു പറയുന്നു, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമു സ്വലാത്ത വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ യർജൂന തിജാറത്തൻ ലൻ തബൂർ. സൂറത്ത് ഫാത്തിർ. അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുക, നമസ്കാരം അതിൻ്റെ സമയങ്ങളിൽ നിർവഹിക്കപ്പെടുക. വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ, പരസ്യമായിട്ടും ആരും അറിയാതെ രഹസ്യമായിട്ടും അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള വിഭവങ്ങളിൽ നിന്ന് അവർ ചെലവഴിക്കുന്നു. യർജൂന തിജാറത്തൻ ലം തബൂർ, ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത ഒരു കച്ചവടത്തെ ആഗ്രഹിക്കുന്നവരാണ് അവർ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിർവഹിക്കുക എന്ന് പറയുന്നത് നഷ്ടം പറ്റാത്ത ഒരു കച്ചവടമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ നമസ്കാരം അത് ശരിയായ അർത്ഥത്തിൽ അതിൻ്റെ തഖ്വയോടെ ഖുശൂഅോടെ നിർവഹിക്കപ്പെട്ടാൽ അതൊരു ശുദ്ധീകരണ പ്രക്രിയയാണ്. 5 നേരവും 5 സമയത്തിലും ഒരു മനുഷ്യനെ അത് നന്നാക്കി തീർക്കുന്ന ഒരു വലിയ ഇബാദത്താണ്. കാരണം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നീചവും നിഷിദ്ധവുമായ വൃത്തികെട്ട സ്വഭാവം, വൃത്തികെട്ട പ്രവൃത്തികൾ, അതിൽ നാം ചെന്ന് വീഴുന്നതിൽ നിന്ന് നമുക്കൊരു പ്രതിരോധം, ഒരു തടസ്സം അത് സൃഷ്ടിക്കും നമസ്കാരം. കാരണം കൃത്യമായി അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെന്നു നിൽക്കുന്നൊരു മനുഷ്യൻ വേണ്ടാത്തത് സംസാരിക്കുക, വേണ്ടാത്തത് പ്രവർത്തിക്കുക അതുണ്ടാവില്ല. അതുകൊണ്ട് അവൻ്റെ വാക്കുകളെയും പ്രവൃത്തികളെയും നന്നാക്കി തീർക്കാൻ പറ്റുന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയയാണിത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്നഹു സമീഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു അറഅയ്തും ലൗ അന്ന നഹറൻ ബിബാബി അഹദിക്കും യഗ്തസിലു ഫീഹി കുല്ല യൗമിൻ ഖംസൻ മാ തഖൂലു ദാലിക യുബ്ഖി മിൻ ദറനിഹി ഖാലു ലാ യബ്ഖാ മിൻ ദറനിഹി ഷൈഅൻ ഖാല ഫദാലിക മിസ്ല സ്വലവാത്തിൽ ഖംസ് യംഹുല്ലാഹു ബിഹിൽ ഖതായ. മുത്തഫഖുൻ അലൈഹി. മുത്തഫഖുൻ അലൈഹി എന്ന് പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഇവരാണ് ഹദീസ് ലോകത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പ്രാമാണികമായ 2 മഹാപണ്ഡിതന്മാർ. അപ്പം ഹദീസ് ഉദ്ധരിക്കുന്നതിൽ അവർക്കാണ് മുസ്ലിം ലോകം മുൻഗണന കൊടുക്കുന്നത്. ഈ 2 പേർക്കും അവർ ഉദ്ധരിക്കുന്ന ഹദീസ് സത്യസന്ധമായി തീരാൻ ചില നിബന്ധനകളുണ്ട്. 2 പേരുടെയും നിബന്ധന യോജിച്ചു വരുന്ന ഹദീസുകൾക്കാണ് നമ്മൾ മുത്തഫഖുൻ അലൈഹി എന്ന് പറയുന്നത്. ആ നിലക്ക് ഉദ്ധരിക്കപ്പെട്ടൊരു ഹദീസാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു എന്ന് അബൂ ഹുറൈറ പറയുന്നു. അതായത് നബി ചോദിച്ചവരോട്, അറഅയ്തും ലൗ അന്ന നഹറൻ ബിബാബി അഹദിക്കും, നിങ്ങൾ താമസിക്കുന്ന വീട്ടിൻ്റെ നേരെ താഴെ ഒരു പുഴയുണ്ട്. യഗ്തസിലു ഫീഹി കുല്ല യൗമിൻ ഖംസ, ഓരോ ദിവസവും 5 നേരം ആ പുഴയിൽ ഇറങ്ങി അവന് കുളിച്ചു കയറുന്നു. മാ തഖൂലു ദാലിക യബ്ഖാ മിൻ ദറനിഹി, അങ്ങനെ കുളിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ വല്ല ചേറും ചളിയും ബാക്കിയുണ്ടാകുമോ? ഖാലു ലാ യബ്ഖാ മിൻ ദറനിഹി ഷൈഅ, സഹാബത്ത് പറഞ്ഞു ഒരു തരത്തിലും ചളി ബാക്കി ഉണ്ടാവില്ല. ഖാല ഫദാലിക മിസ്ല സ്വലവാത്തിൽ ഖംസ്, ഇതാണ് 5 നേരത്തെ നമസ്കാരത്തിൻ്റെ ഉദാഹരണം. യംഹുല്ലാഹു ബിഹിൽ ഖതായ, മനുഷ്യൻ്റെ പാപങ്ങൾ ഈ ആരാധന കൊണ്ട്, ഈ നമസ്കാരം കൊണ്ട് അള്ളാഹു മായ്ച്ചു കളയും. അപ്പോൾ നമസ്കരിക്കുക എന്ന ഇബാദത്ത് കൊണ്ട് തന്നെ മനുഷ്യൻ്റെ തെറ്റുകൾ പൊറുക്കപ്പെടും, മനുഷ്യൻ ശുദ്ധീകരിക്കപ്പെടും എന്നാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് വമ്പിച്ച പ്രതിഫലമാണ് യഥാർത്ഥത്തിൽ അള്ളാഹു സ്വീകരിക്കുന്ന നമസ്കാരം നിർവഹിച്ച ഒരാൾക്ക് ലഭിക്കുന്നത്. മൻ ഖറജ മിൻ ബൈതിഹി മുതതഖിറൻ ഇലാ സലാത്തിൻ മക്തൂബ ഫഅജ്റുഹു കാദിൽ ഹാജിൽ മുഹരിം.
ഒമൻ ഖറജ ഇലാ തസ്ബീഹിൽ ളുഹ ലാ യൻസിബുഹു ഇല്ലാ ഇയ്യാഹ് ഫഅജ്റുഹു കഅജ്രിൽ മുഅ്തമിർ വസലാത്തുൻ അലാ അസ്രി സലാത്തിൻ ലാ ലഗും ബൈനഹുമാ കിതാബുൻ ഫിൽ ഇല്ലിയീൻ. സഹോദരന്മാരെ, അബൂദാവൂദ് ഉദ്ധരിച്ച ഇത് ഹസനാണ് എന്ന് അൽബാനി ഉറപ്പുവരുത്തിയിട്ടുള്ള ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ അവൻ്റെ വീട്ടിൽ നിന്ന് ഒളുവെടുത്ത് നമസ്കരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ വീട്ടിൽ നിന്ന് ശുദ്ധിയായി ഒളുവെടുത്ത് പുറപ്പെടുന്നു. നിർബന്ധമായ ഒരു നമസ്കാരം നമസ്കരിക്കാൻ വേണ്ടി അവൻ പള്ളിയിലേക്ക് പുറപ്പെടുന്നു. ഫഅജ്റുഹു, അങ്ങനെ പള്ളിയിൽ വന്ന് ആ നമസ്കാരം അവൻ നിർവഹിച്ചാൽ അവൻ്റെ കൂലി കഅജ്രിൽ ഹാജിൽ മുഹ്രിം, എഹ്റാമിൽ പ്രവേശിച്ച് ഹജ്ജ് നിർവഹിക്കുന്ന ഒരാളുടെ പ്രതിഫലമാണ് വീട്ടിൽ നിന്ന് ഒളുവെടുത്ത് നിർബന്ധമായ ഫറളായ ഒരു നമസ്കാരം നിർവഹിക്കാൻ പള്ളിയിലേക്ക് വരുന്നവന് ലഭിക്കുന്നത്. ഒമൻ ഖറജ ഇലാ തസ്ബീഹിൽ ളുഹ, ഇനി അവൻ ളുഹ നമസ്കാരം നിർവഹിക്കാൻ വേണ്ടിയാണ് പുറപ്പെടുന്നതെങ്കിൽ ലാ യൻസിബുഹു ഇല്ലാ, അത് മാത്രമാണ് അവൻ്റെ ലക്ഷ്യം. അങ്ങനെ അവൻ നമസ്കരിക്കാൻ വേണ്ടി പുറപ്പെടുന്നുവെങ്കിൽ ഫഅജ്റുഹു കഅജ്രിൽ മുഅ്തമിർ, ഉംറ നിർവഹിച്ചവൻ്റെ പ്രതിഫലമാണ് അവനുള്ളത്. ഇനി വസലാത്തുൻ അലാ അസ്രി സ്വലാത്തിൻ, ഒരു ഫർദ് നമസ്കാരം കഴിഞ്ഞ് അവൻ പള്ളിയിൽ തന്നെ ഇരിക്കുന്നു, മറ്റൊരു നമസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ട് ലാ ലഗ്വ ബൈനഹുമ, അനാവശ്യങ്ങളൊന്നും അതിൽ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല രണ്ട് നമസ്കാരങ്ങൾക്കിടയിൽ, എങ്കിൽ കിതാബുൻ ഫിൽ ഇല്ലിയീൻ, അവൻ്റെ നാമം എഴുതപ്പെടുന്നത് ഇല്ലിയീൻ എന്ന പ്രമാണത്തിലാണ്. ഇല്ലിയീൻ, സിജ്ജീൻ രണ്ട് ഗ്രന്ഥങ്ങളാണ് വിശുദ്ധൻ പരാമർശിച്ച. നരകാവകാശികളായ ആളുകളുടെ റിക്കാർഡ് എഴുതി സൂക്ഷിക്കുന്ന ഏറ്റവും ചീത്ത ഗ്രന്ഥമാണ് സിജ്ജീൻ. എന്നാൽ ഇല്ലിയീൻ അള്ളാഹുവിന് വേണ്ടപ്പെട്ട, ഇഷ്ടപ്പെട്ട, സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന നല്ല മനുഷ്യന്മാരുടെ നാമങ്ങൾ എഴുതപ്പെടുന്ന റിക്കാർഡാണ്, പട്ടികയാണ്, ഒരു രജിസ്റ്ററാണ് യഥാർത്ഥത്തിൽ ഇല്ലിയീൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു നമസ്കാരം കഴിഞ്ഞ് മറ്റൊരു നമസ്കാരം വരെ കാത്തിരിക്കുന്ന, അതിനിടയ്ക്ക് അനാവശ്യങ്ങളൊന്നും സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാത്ത ഒരാൾക്ക് കിട്ടുന്ന പ്രതിഫലം, അവൻ്റെ നാമം ഈ വിശുദ്ധമായ നല്ല മനുഷ്യന്മാരുടെ രേഖകൾ കാത്തു സൂക്ഷിക്കുന്ന ഈ പുസ്തകത്തിൽ എഴുതി വെക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മരണാനന്തര ജീവിതത്തിൽ ആദ്യമായി ഒരാൾ വിചാരണ ചെയ്യപ്പെടുന്നത് നമസ്കാരത്തെക്കുറിച്ചാണ്. അവലുമായി ഹാസബുൽ അബ്ദു യൗമുൽ ഖിയാമ അസ്സലാ, നമസ്കാരത്തെക്കുറിച്ചാണ് ആദ്യമായി അള്ളാഹു അവൻ്റെ അമലുകളിൽ വെച്ച് അവൻ നിർവഹിച്ച കാര്യത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നത്. അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ റളിയല്ലാഹു അൻഹു പറയാണ്, അന്നഹു ദക്കറ സലാത്ത യൗമൻ, അങ്ങനെ ഒരു ദിവസം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തെക്കുറിച്ച് പരാമർശിച്ച് സംസാരിച്ചു. വഖാല മൻ ഹാഫള അലൈഹ കാനത് ലഹു നൂറൻ വബുർഹാന, ആ നമസ്കാരം തെറ്റിപ്പോവാതെ കൃത്യമായി അത് ജീവിതത്തിൽ പാലിച്ച് നടക്കുന്നവൻ, അവനെ സംബന്ധിച്ചിടത്തോളം ആ നമസ്കാരം ഒരു നൂറാണ്, ഒരു വെളിച്ചമാണ്. ഇതാ വെളിച്ചം. ഇരുട്ടിലൂടെ നടന്നു പോകുന്നവൻ വെളിച്ചം ഉപയോഗിക്കുന്നത് എന്തിനാണ്? വഴി കാണാനാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും തന്നെ ഉപദ്രവിക്കുന്ന ജന്തുക്കളോ ഇഴജന്തുക്കളോ അല്ലെങ്കിൽ അപകടമുണ്ടാക്കുന്ന പല വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഈ ടോർച്ച് അല്ലെങ്കിൽ ലൈറ്റ് ഉണ്ടെങ്കിൽ കാണാൻ കഴിയും. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉടനീളം വെളിച്ചം പരത്തുന്ന, പ്രകാശം നൽകുന്ന ഒരു ഇബാദത്താണ് നമസ്കാരം എന്ന് പറയുന്നത്. ബുർഹാനൻ, മാത്രമല്ല അവനെ ശരിയായ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു പ്രമാണമാണ് യഥാർത്ഥത്തിൽ നമസ്കാരം. വനജാതൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവൻ്റെ രക്ഷാമാർഗവുമായിരിക്കും. വമൻ ലം യുഹാഫിള് അലൈഹ ലം തകുൽ ലഹു നൂറുൻ വലാ ബുർഹാനും വനജാത്ത്, ആ നമസ്കാരത്തിൽ ഉദാസീനത കാണിക്കുന്നവൻ, ഉപേക്ഷ വരുത്തുന്നവൻ, കാര്യമായൊന്നും അതിൽ ശ്രദ്ധ കാണിക്കാത്തവൻ, അവനെ സംബന്ധിച്ചിടത്തോളം പ്രകാശവുമില്ല, പ്രമാണവുമില്ല, ആത്മരക്ഷയുമില്ല. യൗമൽ ഖിയാമത്തി, അവൻ ഖിയാമത്ത് നാളിൽ കാന യൗമൽ ഖിയാമത്തി മഅ ഖാറൂൻ വഫിർഔൻ വഹാമാൻ വഉബയ്യ് ഇബ്നു ഖലഫ്, ഈ മൂന്നാളുകളും ഭിഖാരികളായി ചരിത്രത്തിൽ അറിയപ്പെട്ട ആളുകളാണ്. അള്ളാഹുവിനോട് കോപമുള്ള, അള്ളാഹു കോപിച്ച ആളുകളാണ്. ഇപ്പോൾ തന്നെ അവർ നരകാവകാശികളാണ് എന്ന് എല്ലാ തെളിവുകൾ കൊണ്ടും സ്ഥാപിക്കപ്പെട്ടവരാണ്. ഈ നാല് ആളുകൾ ഫിറഔൻ്റെയും ഹാമാനിൻ്റെയും ഖാറൂനിൻ്റെയും ഉബയ്യ് ഇബ്നു ഖലഫിൻ്റെയും കൂട്ടത്തിലായിരിക്കും ഖിയാമത്ത് നാളിൽ അവൻ്റെ സ്ഥാനം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നമസ്കാരത്തിൽ വളരെ ശ്രദ്ധാപൂർവം ഖുശൂഅോടുകൂടി, ഭക്തിയോടുകൂടി ആ കാര്യം നിർവഹിക്കപ്പെടുമ്പോൾ മാത്രമാണ് ഞാൻ ഈ മുകളിൽ പറഞ്ഞ ഒട്ടനേകം സവിശേഷതകൾ ഈ നമസ്കാരത്തിന് കിട്ടുന്നത്. അതിനെക്കുറിച്ചാണ് സൂറത്തുൽ മുഅ്മിനീൻ്റെ തുടക്കത്തിൽ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, സത്യവിശ്വാസികളായ ആളുകൾ വിജയിച്ചിരിക്കുന്നു,
അവർ അവരുടെ നമസ്കാരത്തിൽ ഭയഭക്തി പ്രകടിപ്പിക്കുന്നവരാണ്, ഭയഭക്തി കാത്തു സൂക്ഷിക്കുന്നവരാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ ആ സൂറത്തുൽ മുഅ്മിനൂന്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇങ്ങനെ ഭയഭക്തി കാത്തു സൂക്ഷിക്കുന്ന, തഖ്വയോടുകൂടിയും ഖുശൂഅോടുകൂടിയും നമസ്കരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വല്ലദീന തബഅൂഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അയ്യുൽ ഇഖ്വാൻ ഉസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. ഒന്നുകൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഞാൻ ഉണർത്തുകയാണ്. നമസ്കാരത്തിൽ ഭയഭക്തി കാണിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ച നമസ്കാരം നിർവഹിക്കപ്പെട്ടാൽ അത് അവന് ഞാൻ നേരത്തെ പറഞ്ഞ നൂറും ബുർഹാനും നജാത്തും പ്രകാശവും പ്രമാണവും അവൻ്റെ രക്ഷാമാർഗവും അന്ത്യനാളിൽ രക്ഷാമാർഗവുമായി തീരും, യാതൊരു സംശയവുമില്ല. അംർ ഇബ്നു അബ്സ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇൻ ഹുവ ഖാമ ഫസല്ല ഫഹമിദല്ലാഹ വഅസ്ന അലൈഹി വമജ്ജദഹു ബില്ലദീ ഹുവ ലഹു അഹ്ൽ ഫറഗ ഖൽബഹു ലില്ലാഹി ഇല്ലാ ഇൻ സറഫ മിൻ ഖതീഅതിഹി കയൗമിൻ വലദതുഹു ഉമ്മുഹു. സഹോദരന്മാരെ, ഓരോ നമസ്കാരം കഴിയുമ്പോഴും ഇത് നമുക്ക് ബാധകമാകുന്നുണ്ടോ എന്ന് ചിന്തിക്കണം, നല്ലതാണ്. എന്താണ് ഈ ഹദീസിൽ പറയുന്നത്? അംർ ഇബ്നു അബ്സിന്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ നിന്ന് നമസ്കരിച്ചു, എന്നിട്ട് അള്ളാഹുവിനെ സ്തുതിച്ചു, അള്ളാഹുവിനെ വാഴ്ത്തി, അവൻ്റെ മഹത്വങ്ങളെ വിളിച്ചു പറഞ്ഞു. ഓരോ നമസ്കാരത്തിനും ഇത് സംഭവിക്കുന്നുണ്ട്. ഒരാൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും എന്നാണ്, ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അർ-റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ അസ്ന അലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു. മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോഴോ അള്ളാഹു പറയും മജ്ജദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുത്യർഹനാക്കിയിരിക്കുന്നു, എൻ്റെ പേരിൽ സ്തുതി പറഞ്ഞിരിക്കുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിൻ്റെ അവസാനം വരെയുള്ള ആയത്തുകളൊക്കെ പറയുമ്പോൾ ദാലിക ബൈനി വബൈന അബ്ദി വലി അബ്ദി മാ സഅൽ, അത് ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ളൊരു ബന്ധമാണ്. അതുകൊണ്ട് എന്താണ് എൻ്റെ അടിമക്ക് ആവശ്യമുള്ളത് ഞാനത് കൊടുക്കാൻ തയ്യാറാണ്. എന്താണോ അവൻ എന്നോട് ചോദിക്കുന്നത് വലിയ അബ്ദി മാ സഅൽ, ചോദിക്കുന്നത് ഞാൻ കൊടുക്കും. ഇങ്ങനെ ഓരോ ആയത്തുകളും ഫാത്തിഹയുടെ ആയത്തുകളും പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതികരിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് അംർ ഇബ്നു അബ്സിന്റെ ഹദീസിലേക്ക് മടങ്ങാം. അദ്ദേഹം പറയാണ്, ഒരാൾ എഴുന്നേറ്റ് നിന്ന് നമസ്കാരം നിർവഹിച്ചു, അള്ളാഹുവിനെ സ്തുതിച്ചു, അള്ളാഹുവിനെ വാഴ്ത്തി, അള്ളാഹുവിനെ പ്രകീർത്തിച്ചു. അങ്ങനെ അതിനൊക്കെ ശരിയായ അർത്ഥത്തിൽ വളരെ ഖുശൂ ഭക്തി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ചെയ്താൽ ഫറഗ ഖൽബഹു ലില്ലാഹി, വേറെ ഒന്നും ചിന്തിക്കാതെ, സ്വത്തും മുതലും വീടും ലൗകിക ചിന്തകളും മറ്റെല്ലാ വിധത്തിലും അവരുടെ നമസ്കാരത്തിൻ്റെ ശ്രദ്ധ തെറ്റിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഉപേക്ഷിച്ച് അള്ളാഹുവിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അള്ളാഹുവുമായി നടത്തുന്ന ഒരു സംഭാഷണം എന്ന നിലക്ക് നിർവഹിച്ചാൽ ഇല്ലൻ സറഫ മിൻ ഖതീഅതിഹി കയൗമിൻ വലദതുഹു ഉമ്മുഹു, അവൻ്റെ ഉമ്മ പ്രസവിച്ച ഒരു കുട്ടിയെപ്പോലെ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനായിട്ടാണ് അവൻ നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇതിലപ്പുറം എന്താ വേണ്ടത്? ഒരു ശരിയായ അർത്ഥത്തിൽ നമസ്കാരം നിർവഹിച്ച് അതിൽ നിന്ന് വിരമിക്കുമ്പോൾ അവൻ വിരമിക്കുന്നത് അവൻ്റെ കുറ്റങ്ങളൊന്നുമില്ലാതെ കയൗമിൻ വലദതുഹു ഉമ്മുഹു, അവൻ്റെ ഉമ്മ പ്രസവിച്ച, ഇത് മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ബുഖാരി മുസ്ലിം ഉണ്ട്, അല്ലെങ്കിൽ മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അതുകൊണ്ട് ഒരുപാട് നമസ്കാരക്കാരുണ്ട്, ധാരാളക്കണക്കിന് നമസ്കാരക്കാരുണ്ട്. അൽഹംദുലില്ലാഹ്, വളരെ നല്ല കാര്യം. പക്ഷെ ഒരേ വരിയിൽ നമസ്കരിക്കുന്ന ഒരു നമസ്കാരക്കാരൻ അവൻ
തൊട്ടടുത്ത് നമസ്കരിക്കുന്ന നമസ്കാരക്കാരനേക്കാൾ ആകാശവും ഭൂമിയും വ്യത്യാസം ഉണ്ടാവും. രണ്ടാളും ചെയ്യുന്ന ഒരേ പണി തന്നെയാണ്. തക്ബീറും ഖിയാമും റുകൂഉം ഇഅ്തിദാലും സുജൂദും ഇടയിലുള്ള ഇരുത്തവും തശഹുദും എല്ലാം ഒക്കെ ഒരേമായി തന്നെയാണ്. പക്ഷെ ഒന്നിനും ജീവനുണ്ട്. റൂഹുള്ള നമസ്കാരമാണ് ഒരാൾ ചെയ്തത്. മറ്റേയാൾ അത് വെറും ശരീരത്തിൻ്റെ അനക്കം മാത്രമാണ്. അയാളുടെ മനസ്സും റൂഹും നമസ്കരിക്കുമ്പോൾ കൂടല്ല. ഒരാളുടേത് ഖുശൂ ഉള്ള നമസ്കാരമാണ്, ഒരാളുടേത് ഖുശൂ ഇല്ലാത്ത നമസ്കാരമാണ്. അപ്പോൾ രണ്ടുപേരുടെയും നമസ്കാരം കാണുന്നവർക്ക് ഒരേ മാതിരിയാണെങ്കിലും കൂലിയുടെ കാര്യത്തിൽ ഒന്ന് ആകാശത്താണ്, ഒന്ന് ഭൂമിയിലാണ്. അത്ര വ്യത്യാസം ഉണ്ടാവും. സഹോദരന്മാരെ, വിശുദ്ധ ഖുർആന്റെ സ്വാധീനം, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. ഞാൻ ഈ ഖുർആൻ, ഈ മനുഷ്യലോകത്തിന് നൽകിയിട്ടുള്ള ഈ സന്മാർഗത്തിന്റെ ഗ്രന്ഥം ഒരു മലക്ക് കൊണ്ടുപോയി കൊടുത്തിരുന്നെങ്കിൽ, വലിയൊരു പർവ്വതത്തിൻ്റെ മുകളിൽ ആണ് ഇറക്കിയതെങ്കിൽ, ആ മലയെ നിനക്ക് കാണാം ഖാശിഅൻ പേടിക്കുന്നതായി, ഭക്തി കാണിക്കുന്നതായി, മുതസദ്ദിഅൻ പൊട്ടിപ്പിളരുന്നതായി, മിൻ ഖശിയത്തില്ലാഹ് പടച്ചവനോടുള്ള പേടി കൊണ്ട് ആ മലയെ ഈ ഖുർആൻ വചനങ്ങൾ സ്വാധീനിക്കുന്നത് എനിക്ക് കാണാം. തികച്ചും ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട്. എന്നാൽ മനുഷ്യൻ്റെ ഹൃദയത്തിലാണ് ഈ ഖുർആൻ അവൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവനിതുകൊണ്ട് ഒരു സ്വാധീനവും ഉണ്ടാകുന്നില്ലെങ്കിൽ ആ നമസ്കാരം ഫലവത്താവുകയില്ല. അബൂബക്കറിൻ്റെ നമസ്കാരം, അദ്ദേഹം നമസ്കരിക്കാൻ നിന്നാൽ കരഞ്ഞു പോകും. ഖുർആൻ ഓതുന്നത് പോലും ചിലപ്പോൾ പിന്നിൽ നിൽക്കുന്നവർക്ക് കേൾപ്പിക്കാൻ സാധിക്കാത്ത വിധം അദ്ദേഹം കരഞ്ഞു പോകും. തമീമുദ്ദാരി എന്ന സഹാബി, ആ തമീമുദ്ദാരി ഒരൊറ്റ ആയത്ത് കൊണ്ട് ഒരു രാത്രി മുഴുവനും ആവർത്തിച്ചോതുകയും പിന്നെ കരയുകയും പിന്നെ റുകൂഇലും സുജൂദിലും വന്ന് വീണ്ടും അത് ആവർത്തിച്ചോതുകയും ചെയ്തതായി ചരിത്രത്തിൽ കാണാം. അത്രമാത്രം നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടായിരുന്നു. അം ഹസിബല്ലദീന ജ്തറഹു സയ്യാത്തി അൻ നജഅലഹും കല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി സവാഉൻ മഹിയാഹും വമമാതുഹും സാഅ മാ യഹ്കുമൂൻ. സൂറത്തുൽ ജാസിയയിലെ 21-ാമത്തെ ആയത്ത്. ഈ ആയത്താണ് തമീമുദ്ദാരി, വേറെ ഒരു ആയത്തുമല്ല, ഈ ആയത്ത് ഓതിക്കൊണ്ടാണ് ദീർഘസമയം നമസ്കരിച്ചത്. ഹസിബല്ലദീന ജ്തറഹു സയ്യാത്തി, കുറ്റങ്ങൾ ചെയ്യുന്ന കുറ്റവാളികൾ വിചാരിക്കുന്നുണ്ടോ, അൻ നജഅലഹും കല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് പോലെ ഈ കുറ്റവാളികളെ ഞാൻ ആക്കും, രണ്ടുപേരും സമമായി പരിഗണിക്കപ്പെടും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സവാഉൻ മഹിയാഹും വമമാതുഹും, അവരുടെ ജീവിതവും അവരുടെ മരണാനന്തര ജീവിതവും ഒരേപോലെയാണ്, യാതൊരു വ്യത്യാസവും ഇല്ല എന്നവർ വിചാരിക്കുന്നുണ്ടോ? സാഅ മാ യഹ്കുമൂൻ, അവരുടെ വിധി എത്ര ചീത്ത, അവരുടെ തീരുമാനങ്ങൾ എത്ര തെറ്റ്. രണ്ടുപേരും ഒരേ മാതിരിയല്ല, വ്യത്യസ്തങ്ങളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, ഗാഫിലായി അശ്രദ്ധനായി നമസ്കരിക്കാൻ പാടില്ല. നമസ്കാരത്തിൽ ഭക്തിയും തഖ്വയും കാണിക്കണം. അതിനുള്ള ചില മാർഗങ്ങൾ പറഞ്ഞു തരാം. ഒന്ന്, ആ നമസ്കാരത്തിലേക്ക് നിങ്ങൾ പുറപ്പെടുമ്പോൾ ഒന്ന് നേരത്തെ പോരാൻ നോക്കുക. അവസാനം യാതൊന്നും ഒരു പണിയുമില്ല, വെറുതെ ഇരുന്നിങ്ങനെ മൊബൈലിൽ കളിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ വ്യാപൃതനായിട്ടോ ഇഖാമത്ത് കേൾക്കുമ്പോൾ ഒരൊറ്റ ഓട്ടാണ്. അപ്പോൾ ആ ബാങ്ക് നമുക്കറിയാം എന്ന സമയത്ത് ബാങ്ക് ഉണ്ടാവുന്നു. അതിന് മുമ്പ് തന്നെ ഒതുവെടുത്ത് വസ്ത്രം ധരിച്ച് വളരെ നേരത്തെ പള്ളിയിലേക്ക് എത്തിയാൽ നമ്മുടെ മനസ്സിൽ ആ ധൃതിയും ബഹളവും കാണിച്ചുകൊണ്ടുള്ള അതുണ്ടാവില്ല. നേരെ മറിച്ച് വളരെ നേരത്തെ ഒരു സമാധാനത്തോടു കൂടി വന്നിരുന്ന് സമാധാനപരമായി നമസ്കരിക്കാൻ സാധിക്കും. അപ്പം അങ്ങനെ നേരത്തെ പള്ളിയിൽ വരുന്നത് നമസ്കാരത്തിന് ഖുശൂ കിട്ടാൻ ഒരു കാരണമാണ്. അതേ പ്രകാരം തന്നെ നമ്മൾ പറയുന്ന വാക്ക് പോൾക്ക് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമസ്കാരം തുടങ്ങുന്നത്. അള്ളാഹുവുമായിട്ടുള്ളൊരു സംഭാഷണം നമ്മൾ ആരംഭിക്കുകയാണ്. അല്ലാഹു അക്ബർ ആണെങ്കിൽ പിന്നെ ശൈത്താൻ നീചനാണ്. ആ ശൈത്താനാണ് നമസ്കാരത്തിൻ്റെ ശ്രദ്ധ നമ്മളിൽ തെറ്റിക്കുന്നത്. ആ ശൈത്താൻ അവൻ അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ശൈത്താൻ കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്, കിഴക്കും പടിഞ്ഞാറും എത്ര ദൂരമുണ്ടോ അത്രയും ദൂരം എൻ്റെയും പിശാചിൻ്റെയും ഇടയ്ക്ക് ഉണ്ടാക്കി തരണമേ എന്ന് പടച്ചവനോട് ദുആ ചെയ്യാണ്. അതുകൊണ്ട് ആ പിശാചിന് ഒരു അംശവും കൊടുക്കരുത്. സഫുകൾ അടുത്ത് നിൽക്കണം, കാലുകൾ ചേർത്ത് വെക്കണം, അതിനിടയിൽ വിടവുണ്ടാകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. വിടവുണ്ടായാലോ അവിടെ ശൈത്താൻ വന്ന് നിൽക്കും. അപ്പോൾ കാലുകൾ ചേർത്ത് വെക്കണം. അതേ പ്രകാരം തന്നെ വസിയ്യത്തുർ റസൂൽ അത് ആലോചിച്ചുകൊണ്ട് നമസ്കരിക്കുക.
എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു? ഇദാ ഖുംത ഫീ സലാത്തിക ഫസല്ലി സലാത്ത മുവദ്ദിഇൻ, ഫസല്ലി സലാത്ത മുവദ്ദിഇൻ. നീ നമസ്കരിക്കാൻ നിന്നാൽ നീ വിചാരിക്കണം അത് നിന്റെ അവസാനത്തെ നമസ്കാരമാണ്. ളുഹർ നമസ്കാരമാണ് നിർവഹിക്കുന്നത്, അല്ലെങ്കിൽ ജുമുഅ നമസ്കാരമാണ് നിർവഹിക്കുന്നത്. ആ നമസ്കാരം നിർവഹിച്ചാൽ അസർ വരെ നീ ജീവിച്ചിരിക്കുമോ, അടുത്ത അസറിന് ബാങ്ക് കേട്ടത് നമസ്കരിക്കാൻ നിനക്ക് സാധിക്കുമോ, യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് ഓരോ നമസ്കാരവും നീ ദുനിയാവിനോട് വിട പറയുന്ന, യാത്ര ചോദിക്കുന്ന നമസ്കാരമാണ് എന്ന ചിന്തയോടുകൂടി ചെയ്യുക. ഈ കഴിഞ്ഞ ആഴ്ച തന്നെ ഇതിന് പരിസരത്തുള്ള 6ഓളം പേർ ഇവിടെ മരണപ്പെട്ടു എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. സഹോദരന്മാർ, ഓരോ ദിവസവും ആളുകൾ മുമ്പത്തേക്കാൾ കൂടുതൽ മരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. രോഗങ്ങൾ കൊണ്ട്, പല കാരണങ്ങൾ കൊണ്ട്. മനുഷ്യൻ്റെ കഥയാതാണ്. അതുകൊണ്ട് ഓരോ നമസ്കാരത്തിൽ നിൽക്കുമ്പോൾ ഇനി ഒരു നമസ്കാരത്തിന് എനിക്ക് അവസരം കിട്ടുമോ ഉറപ്പില്ല, അടുത്ത നമസ്കാരത്തിന് ഞാൻ ഉണ്ടാകുമോ എന്നുറപ്പില്ല. അതുകൊണ്ട് ഇതെൻ്റെ അവസാനത്തെ നമസ്കാരമാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ ഖുംത ഫീ സലാത്തിക്, നീ നമസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഫസല്ലി സലാത്ത മുവദ്ദിഅ, നീ ദുനിയാവിനോട് വിട പറയുന്ന, യാത്ര ചോദിക്കുന്നവൻ്റെ നമസ്കാരം അത് നിർവഹിക്കണം. അങ്ങനെ കൂടുതൽ ഭക്തിയോടെ, കൂടുതൽ സൂക്ഷ്മതയോടെ നമസ്കാരം നിർവഹിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ ഇസ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സഅത് മുസ്തഖറൻ വമുഖാമാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أصلح لنا ديننا الذي هو عصمة أمرنا، وأصلح لنا دنيانا التي بها معاشنا، وأصلح لنا آخرتنا التي بها معادنا، واجعل الحياة زيادة لنا في كل خير، واجعل الموت راحة لنا من كل شر. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد وأقيم الصلاة.